കൃഷ്ണാനിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സൗദയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിന്നത്തെ സത്സംഗ കൃഷ്ണനാക്കാം. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് മുരളീധരനായ ഉണ്ണികൃഷ്ണനായിരുന്നു. ആ മുരളീധരനായ ഉണ്ണികൃഷ്ണൻ നമ്മുടെ എല്ലാവരുടെയും കൂടെ എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം. കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഹരികൃഷ്ണ പാദമനിശം ഹൃദി ഭാവയാമി. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാൽ രാവണകുംഭകർണഹനനം ഏതദ്ധി രാമായണം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് രാമായണത്തിൽ നമ്മൾ ഇന്നലെ യുദ്ധകാന്ഡമാണല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് യുദ്ധകാന്ഡം ആരംഭമായിരുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്കദൻ ദൂതിനായിട്ട് പോവുക ഉണ്ടായി. അങ്കദൻ്റെ ദൂത് കൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല. അഹങ്കാരിയായ രാവണൻ യുദ്ധം തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്ന ഒരു ഭാഗം വരെയാണ് എത്തിയത്. അങ്ങനെ ശ്രീരാമദേവൻ യുദ്ധത്തിനായി ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ 4 പ്രധാന കവാടങ്ങളാണ് അത്ര ഉണ്ടായിരുന്നത് ലങ്കയ്ക്ക്. ആ 4 പ്രധാന കവാടങ്ങളിലായിട്ട് കിഴക്ക് വശത്തായിട്ട് നീലൻ്റെ നേതൃത്വത്തിലുള്ള പടയും, പടിഞ്ഞാറ് വശത്തായിട്ട് ഹനുമാന്റെ നേതൃത്വത്തിലുള്ള വാനരപ്പടയും, തെക്ക് വശത്തായിട്ട് അങ്കദൻ്റെ നേതൃത്വത്തിലുള്ള വാനരപ്പടയും, വടക്കൻ ഭാഗത്തായിട്ട് രാമലക്ഷ്മണന്മാരും സുഗ്രീവൻ്റെയും നേതൃത്വത്തിലുള്ള പടയുമായിട്ട് 4 വിന്യസിക്കപ്പെട്ടു ഈ വാനരസേന. ഇതേമാതിരി തന്നെ 4 രാവണൻ്റെ ഭാഗത്ത് നിന്നുള്ള സേനയും അണിനിരന്നു. യുദ്ധം വളരെയധികം ഗംഭീരമായിട്ട് തന്നെയാണ് ശംഖനാദത്തോടു കൂടിയിട്ട് ആരംഭമുണ്ടായത്. ഈ ആരംഭിക്കുന്ന സമയത്ത് ആലോചിക്കണം, വാനരന്മാർ കയ്യിൽ കിട്ടിയ എന്തിനേയും ആയുധമാക്കിയിട്ടാണ് അവർ പ്രയോഗിക്കുന്നത്. അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ യുദ്ധ നൈപുണ്യം എത്രത്തോളം ഉണ്ടെന്നോ സേനാബലം എത്രത്തോളം ഉണ്ടോ എന്നൊന്നും അവർ ആലോചിക്കുന്നില്ല. ഞങ്ങളുടെ കൂടെ ശ്രീരാമദേവനാണ് ഉള്ളത്, ഞങ്ങൾക്ക് സീതമ്മയെ രക്ഷിക്കണം എന്ന ഒറ്റ ചിന്ത മാത്രമേ അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ഓരോ വാനരന്മാരുടെയും ഉള്ളിൽ ആ സമയത്തുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും നിഷ്പ്രയാസം കീഴടക്കാൻ വാനരന്മാർക്ക് ആദ്യം സാധിച്ചു കേട്ടോ. ഹനുമാൻ നിരവധി രാക്ഷസന്മാരെ എല്ലാം വധിച്ചു. ഹനുമാന്റെ അടുത്തേക്ക് അങ്കദനാണെങ്കിലോ ഇന്നലെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു പാദം അനക്കാൻ പോലും ആർക്കും സാധിച്ചില്ല. അപ്പം അദ്ദേഹത്തിൻ്റെയൊക്കെ വീര്യം ശരിക്കും നിറഞ്ഞാടുക തന്നെയായിരുന്നു ആ ഒരു യുദ്ധ രംഗത്ത്. നീലനും നളനും ഒക്കെ എല്ലാവരും ചേർന്ന് ഈ രാവണൻ്റെ ആ ഒരു സേനയെ വളരെയധികം നശിപ്പിക്കാനായിട്ട് വാനരസേനയ്ക്ക് സാധിച്ചു. പക്ഷെ തിരിച്ചിങ്ങോട്ടും രാക്ഷസന്മാർ തിരിച്ചും നന്നായി തന്നെയാണ് യുദ്ധം ചെയ്തത്. അതുകൊണ്ട് തന്നെ വാനരസേനയ്ക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഒടുക്കം ഈ രാത്രിയായി യുദ്ധത്തിന്. ഒരു നിയമങ്ങളും പാലിക്കപ്പെടാതെ കാടൻ രീതിയിലുള്ള യുദ്ധമാണ്. രാക്ഷസന്മാരാണല്ലോ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് രാവും പകലും ഒന്നുമില്ല. രാത്രി കാലമായപ്പോൾ രാക്ഷസന്മാരുടെയൊക്കെ ശക്തി വളരെയധികം കൂടി. നിശാചരന്മാരാണല്ലോ അവർക്ക് രാത്രിയിലെ പ്രയോഗങ്ങളോട് കൂടിയിട്ട് അവർ ഗംഭീരമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ടോ. ആ ഒരു സമയത്തായപ്പോഴേക്കും നല്ലോണം ബുദ്ധിമുട്ട് ഈ വാനരസേനയ്ക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ അവരും പക്ഷെ ഒട്ടും വിട്ടുകൊടുത്തില്ല. ആർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് മാത്രമാണ് അവർ ആ ഒരു മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്താണ് ധൂമ്രാക്ഷൻ എന്ന ആ ഒരു രാവണൻ്റെ സേനാനായകൻ വന്നത്. അദ്ദേഹത്തിനെ ഹനുമാൻ വധിച്ചു. അതിനുശേഷം വജ്രദംഷ്ട്രൻ എന്ന ഒരു രാക്ഷസൻ ഇറങ്ങി, അദ്ദേഹത്തിനെ അങ്കദൻ വധിച്ചു. അതിനുശേഷം അങ്കപനൻ എന്ന ഒരു രാക്ഷസൻ ഇറങ്ങി, അദ്ദേഹത്തിനെ ഹനുമാൻ വധിച്ചു. അതിനെ തുടർന്ന് പ്രധാന സേനാനായകനായിട്ടുള്ള പ്രഹസ്തൻ വന്നു യുദ്ധത്തിനായിട്ട്. പ്രഹസ്തനെയും വധിച്ച് എന്താ പറയുക,
നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വാനരസേന മുന്നേറാൻ തുടങ്ങി. ഇത് കണ്ടപ്പോഴേക്കും രാവണന് വല്ലാത്തൊരു ദേഷ്യം വന്നു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രധാന സേനാനായകരും കീഴടങ്ങി അല്ലെങ്കിൽ വധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഇന്ദ്രജിത്ത് യുദ്ധത്തിനായിട്ട് ഇറങ്ങി. ഇന്ദ്രജിത്തിന് അനേകം പ്രത്യേകതകളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മേഘനാഥൻ എന്നാണെങ്കിൽ പോലും ഇന്ദ്രനെ പോലും അദ്ദേഹം പരാജയപ്പെടുത്തി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ദ്രജിത്ത് എന്ന പേര് തന്നെ വന്നത്. അപ്പം അദ്ദേഹം സാധാരണ ഒരു പോരാളിയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു വീര്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അദ്ദേഹം യുദ്ധത്തിനിറങ്ങിയിട്ട് നാഗപാശത്താൽ ബന്ധിതരാക്കി രാമലക്ഷ്മണന്മാരെ. അതായത് അദ്ദേഹം യുദ്ധത്തിനിറങ്ങിയിട്ട് നാഗാസ്ത്രം പ്രയോഗിച്ചു. ഈ നാഗാസ്ത്രത്തിൻ്റെ ബന്ധനത്തിൽ പെട്ടുപോയി രാമനും ലക്ഷ്മണനും. ആ ഒരു സമയത്ത് ആകാശമാർഗത്തിൽ നിന്ന് ഗരുഡൻ, സാക്ഷാൽ ഗരുഡൻ പ്രത്യക്ഷപ്പെടുകയാണ്. ഗരുഡനെ കണ്ടതും ഈ നാഗപാശം അല്ലെങ്കിൽ നാഗത്താൽ ചുറ്റിവരിയപ്പെട്ട ആ രാമനും ലക്ഷ്മണനും പെട്ടെന്ന് മോചിതരായി. അപ്പോൾ അവരെ വീണ്ടും യുദ്ധത്തിന് വളരെ അധിഘോരമായ യുദ്ധം നടക്കുകയാണ്. ആരൊക്കെ വന്നിട്ടും യുദ്ധത്തിനൊന്നും ഒരു എന്താ പറയുക, വാനരസേനയെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ സാധിക്കുമെന്ന ഒരു രാവണൻ്റെ തോന്നലുണ്ടായിരുന്നു. ആ തോന്നലൊക്കെ രാവണനെ കുറേശ്ശെയായിട്ട് അസ്തമിക്കാൻ തുടങ്ങി. കാരണം അവർക്ക് കുറച്ച് വിജയം നല്ലോണം വരികയാണ് എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ഒക്കെ കുറച്ച് കുറയാൻ തുടങ്ങി. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഉറങ്ങിക്കിടക്കുന്ന സഹോദരനെക്കുറിച്ച് ആലോചിച്ചത്. ഇതായിരുന്നു ഇന്നലത്തെ നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നത്. ഉറങ്ങിക്കിടക്കുന്ന സഹോദരൻ അല്ലെങ്കിൽ അതിശക്തനായ സഹോദരൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ മാസങ്ങളോളം ഉറങ്ങുന്ന സഹോദരനാണ് കുംഭകർണൻ. നമ്മളിപ്പോഴും ആരെങ്കിലും കൂടുതൽ നേരം ഉറങ്ങിയാൽ കുംഭകർണ സേവയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലേ. കുംഭകർണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പേര്. അതിശക്തനായ സഹോദരനായിരുന്നു അദ്ദേഹം ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിനെ ഉണർത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അനേകം തരത്തിലുള്ള വാദ്യങ്ങൾ മുഴക്കിയിത്രേ. സാധാരണ പെരുമ്പറ കൊട്ടുന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് കൊട്ടി, അതുപോലെ തന്നെ ശംഖനാദം, അതുപോലെ തന്നെ എന്തൊക്കെ തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ അതെല്ലാം ഉണ്ടാക്കി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാറ പോലെ വലിയ ശരീരമാണ് അദ്ദേഹത്തിന്. അത് പിടിച്ചു കുലുക്കാൻ അനേകം രാക്ഷസന്മാർ ചേർന്ന് അത് പിടിച്ചു കുലുക്കി. അങ്ങനെ അദ്ദേഹത്തിനെ ഉണർത്താനായിട്ട് കുതിരകളുടെ ശബ്ദം, ആനകൾ വരെ വന്നിട്ട് ഇങ്ങനെ ആ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ അടിച്ചുണർത്താൻ ശ്രമിച്ചു അത്ര. അങ്ങനെ ഉണർത്താൻ ശ്രമിച്ച് അനേകം പേരുടെ ശ്രമത്തിനൊടുവിലാണ് കുംഭകർണൻ തൻ്റെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത് അത്ര. ആ ഉണർന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് ഭക്ഷണം കഴിക്കും കേട്ടോ. എത്ര നേരം ഉറങ്ങുന്നു അത്രയും നേരത്തേക്കുള്ള ഭക്ഷണം ഒന്നിച്ച് കഴിക്കുന്ന ആളാണ് ഈ കുംഭകർണൻ. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം മുഴുവൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ ഭക്ഷണം മുഴുവൻ അദ്ദേഹം കഴിച്ചതിന് ശേഷം രാവണൻ അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ സമയത്ത് രാവണനെ ആദ്യം തന്നെ യുദ്ധത്തിന് ഇറങ്ങുകയല്ല ചെയ്തത് പകരം രാവണനെ അദ്ദേഹം ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇങ്ങനെ അധർമ്മം പ്രവർത്തിച്ചല്ലോ, ഇങ്ങനെ ചെയ്യാൻ പാടുമോ, അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പോൾ അനാവശ്യമായിട്ടൊരു യുദ്ധമൊക്കെ ഉണ്ടാക്കിയത്, ആ സീതയെ അങ്ങോട്ട് തിരിച്ചേൽപ്പിച്ച് ആ രാമനെ നമസ്കരിച്ച് പറഞ്ഞേക്കായിരുന്നില്ലേ, ഇതിപ്പോൾ വലിയ വിഡ്ഢിതരായില്ലേ ചെയ്തത് എന്നുള്ള രീതിയിൽ അദ്ദേഹം ധർമ്മോപദേശമൊക്കെ നടത്തി. അല്ലെങ്കിൽ പോത്തിൻ്റെ ചെവിയിൽ വേദം ഓതാൻ പാടില്ല എന്നൊക്കെ ഇവിടെ നിന്നായിരിക്കില്ലേ ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക. ആര് പറഞ്ഞാലും ഒരു ബുദ്ധിമുട്ടും തോന്നാതെ അത് തന്നെ ഞാൻ ചെയ്തിരിക്കും എന്ന് പറയുന്ന രാവണൻ അതിനെയൊന്നും കൂസാതെ വീണ്ടും കുംഭകർണനോട് പറഞ്ഞു യുദ്ധത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. അങ്ങനെ കുംഭകർണൻ പറഞ്ഞു എന്തായാലും ഇപ്പോൾ വരാനുള്ളതൊക്കെ വന്നു, ഇനിയിപ്പോൾ യുദ്ധം ചെയ്യുക അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക എന്ന് കരുതി അദ്ദേഹം യുദ്ധത്തിനിറങ്ങി. യുദ്ധത്തിനിറങ്ങിയത് തീർച്ചയായിട്ടും വാനരസേനയ്ക്ക് വലിയ നഷ്ടം തന്നെ സംഭവിപ്പിച്ചു. കാരണം അനേകം പേര് ഒന്നിച്ചെതിർത്ത് നിൽക്കാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിനെ തളയ്ക്കാൻ വാനരസേനയ്ക്കൊന്നും സാധ്യമായില്ല എന്ന് മാത്രമല്ല, വാനരന്മാർ അനേകം പേരെ അദ്ദേഹം തൂക്കി എറിയുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ദിവ്യ ആയുധം പ്രയോഗിക്കേണ്ടി വന്നു ശ്രീരാമസ്വാമിക്ക്. അദ്ദേഹത്തിൻ്റെ 2 കൈകൾ ആദ്യം കളഞ്ഞു, 2 പാദങ്ങൾ ആദ്യം കളഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിനെ വധിക്കാനായിട്ട് ദിവ്യായുധം പ്രയോഗിക്കേണ്ടി വന്നു സാക്ഷാൽ ശ്രീരാമസ്വാമിക്ക്. അതിനുശേഷമാണ് കുംഭകർണൻ വധിക്കപ്പെട്ടത് എന്നാണ് ഈ യുദ്ധകാണ്ഡത്തിൻ്റെ ഭാഗത്ത് പറയുന്നത്. നോക്കൂ, ഇതൊന്നും മാത്രം വിസ്തരിച്ച് പറയാനൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ ഓടിച്ച് വായിച്ച് നോക്കിയ ഒരു എക്സ്പീരിയൻസ് വെച്ച് പേരുകൾ മറക്കാതിരിക്കാൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. യുദ്ധകാണ്ഡമൊക്കെ അത്രയും പറഞ്ഞാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. രാമായണ യുദ്ധം ഗംഭീരമായി നടന്നു എന്ന് മാത്രമേ ആചാര്യം പറയാറുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയൊക്കെ പറയുകയേ വേണ്ടൂ. കാരണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഇങ്ങനെ എക്സ്ട്രാജറേറ്റ് ചെയ്ത് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ കിട്ടുക അല്ലേ നമുക്ക്. ബ്രഹ്മാവിൽ നിന്നും വരം ലഭിച്ച കാരണം എന്താ പറയുക, അതിശക്തനായി തീർന്ന രാവണൻ്റെ മകൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം കേട്ടോ.
ബ്രഹ്മാവിൽ നിന്ന് വരം ലഭിച്ച അതിശക്തനായ രാവണൻ്റെ പുത്രൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അറിയാവുന്നവരെല്ലാവരും കമൻറ്റ് ചെയ്തോളൂ, അറിയാത്ത ആളുകളെല്ലാവരും കാത്തിരുന്നോളൂ. നമുക്ക് നാളത്തെ ചോദ്യത്തിൽ അതിൻ്റെ ഉത്തരമൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാമല്ലേ, ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം. ജ്യോതി സതീഷ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഡിയർ സവിത, ജാംബവാൻ കുരങ്ങനാണോ അതോ കരടിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഏത് ബാലെ അല്ലെങ്കിൽ ഇങ്ങനത്തെ പുരാണ സീരിയലുകളൊക്കെ കാണുമ്പോൾ അതിൽ ജാംബവാൻ്റെ ഗെറ്റപ്പ് എപ്പോഴും നമ്മൾ കാണുന്നത് കരടിയുടെ രൂപത്തിലാണല്ലേ. അപ്പോൾ കരടിയാണോ അതോ അദ്ദേഹം വാനരനാണോ എന്നുള്ള ഒരു സംശയം ഈ ഒരു സംശയം ഉണ്ടായിരുന്നു. എനിക്കും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നു, ജാംബവാൻ എന്ന് പറയുന്നത് കരടിയാണ് കേട്ടോ, കുരങ്ങനല്ല, കരടിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൃഷ്ണനാട്ടം കളിയിൽ സ്വയംവരം കൃഷ്ണനാട്ടം കളി എന്നൊരു കളിയുണ്ട്. ആ സ്വയംവരം കൃഷ്ണനാട്ടം കളിയിൽ ഞാൻ ജാംബവാനെ കാണാനുണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലെ വെളുത്ത നിറത്തിലുള്ള രോമക്കുപ്പായമാണ് അദ്ദേഹത്തിൻ്റെ വേഷം. പിന്നെ മുഖം മൂടി വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാട്ടവും വരവും അതൊക്കെ ഗംഭീരമാണ് കേട്ടോ സ്വയംവരം കൃഷ്ണനാട്ടം കളിയിൽ. അപ്പോൾ അദ്ദേഹം കരടി വർഗത്തിലാണ് അറിയപ്പെടുന്നത്. ഋഷരാജൻ എന്നാണ് അധ്യാത്മ രാമായണത്തിലും വാൽമീകി രാമായണത്തിലും ഒക്കെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്. ഋഷരാജൻ എന്ന് പറഞ്ഞാൽ കരടികളുടെ രാജൻ എന്നാണ് അർത്ഥം. അപ്പോൾ കരടികളുടെ ഒരു വാനരസേനയോടൊപ്പം അത്ര തന്നെ കരടികളുടെ സേനാബലവും കൂടി ശ്രീരാമന് ഉണ്ടായിരുന്നു. ഈ കരടികളുടെ എല്ലാ സേനയും നയിച്ചിരുന്നത് ഈ എന്താ പറയുക ജാംബവാനായിരുന്നു എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ജാംബവാൻ കരടിയായിരുന്നു, അതുപോലെ തന്നെ കുരങ്ങനായിരുന്നില്ല, വാനരൻ എന്നാണ്, ഏറ്റവും വൃദ്ധനായ വാനരൻ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ബ്രഹ്മാവിൻ്റെ കോട്ടാവിയിൽ നിന്ന്, കോട്ടുവായ യോണിങ് ചെയ്യാന്ന് പറയില്ലേ, അതിൽ നിന്നുണ്ടായതാണ് ജാംബവാൻ എന്ന പുത്രൻ. അപ്പോൾ ജാംബവാന് അതീവ ബലവും അതുപോലെ തന്നെ ദൈവിക ശക്തികളും ഒക്കെ ഉണ്ടായിരുന്നു. അനേക വർഷക്കാലത്ത് ആയുസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന്. വാമനാവതാര കാലത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു, ശ്രീരാമാവതാര കാലത്ത് അദ്ദേഹം ഉണ്ട്, ശ്രീകൃഷ്ണ അവതാര കാലത്തും അദ്ദേഹം ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് ജാംബവാനെ ഇത്രയധികം പരിചയം? എൻ്റെ പരിചയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, കൃഷ്ണനാട്ടം കളിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ രൂപം കാണാറുണ്ട്. അതേമാതിരി തന്നെ എങ്ങനെയാണ് ഈ ശ്രീകൃഷ്ണനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം? അദ്ദേഹം അതീവ ബലശാലിയായിട്ടുള്ള ശ്രീരാമദേവനെ കണ്ട് മോഹിച്ചുപോയി. എന്താ മോഹിച്ചത്? എൻ്റെ മകളെ ഇദ്ദേഹത്തിന് വിവാഹം ചെയ്ത് നൽകാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹിച്ചത് അത്രേ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താ പറയുക, ആ ആഗ്രഹം ശ്രീരാമദേവനോട് പറഞ്ഞപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു, ഒട്ടും പരിഭ്രമിക്കേണ്ട ജാംബവാൻ, ഈ ജന്മത്തിൽ സീതാദേവിയെ മാത്രമാണ് ഞാൻ എൻ്റെ വധുവായി സ്വീകരിക്കുക. ഇനിയൊരു ജന്മം ഉണ്ടാവും ദ്വാപരയുഗത്തിൽ, അപ്പോൾ ഞാൻ ജാംബവതിയെ സ്വീകരിച്ചു കൊള്ളാം എന്ന് പറയുന്നതും ജാംബവതി ശ്രീകൃഷ്ണനായിട്ട് കാത്തിരിക്കുന്നതും പിന്നീട് സ്യമന്തകമണിയുടെ കഥ പറയുമ്പോൾ ജാംബവാനെക്കുറിച്ച് പറയുന്നതും അതുപോലെ തന്നെ ഈ ഒരു ജാംബവതിയെക്കുറിച്ച് പറയുന്നതും നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. അങ്ങനെയാണ് നമുക്ക് ജാംബവാനെ കുറിച്ച് അറിയാം. അടുത്ത ചോദ്യം, ലേഖ ഗിരീഷ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സവിത, കടബാധ്യതകൾ തീർന്നു കിട്ടാൻ നാരായണീയത്തിലെ ഏത് ദശകമാണ് ചൊല്ലേണ്ടത്? അങ്ങനെ പ്രത്യേകം ഒരു ദശകം ഉണ്ടോ എങ്കിൽ മറുപടി പറയണേ എന്നാണ്. നാരായണീയത്തിലെ 87-ാമത്തെ ദശകം ചൊല്ലി നമസ്കരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് സുധാമ ചരിതം, അതല്ലെങ്കിൽ കുചേല വൃത്തം എന്നൊക്കെ അറിയപ്പെടുന്ന ശ്രീഗുരുവായൂരപ്പൻ്റെ അത്യത്ഭുതകരമായിട്ടുള്ള ഒരു ലീല, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹം എത്ര കണ്ടുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ഭാഗമാണ് 87-ാമത്തെ ദശകം. അത് മുടങ്ങാതെ ചൊല്ലിക്കോളൂ കേട്ടോ. അത് ചൊല്ലിക്കോളൂ. ഗുരുവായൂർ അമ്പലത്തിൽ അവിൽ ഷീട്ടാക്കിക്കോളൂ. അവിൽ കിഴി കൊണ്ടുവന്ന് വയ്ക്കാനല്ല ഞാൻ പറയുന്നത്, അവിൽ ഷീട്ടാക്കിക്കോളൂ. അതല്ലെങ്കിൽ പാക്കറ്റായിട്ട് അവിൽ കൊണ്ടുവന്ന് ഗുരുവായൂരപ്പന് സമർപ്പിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് പ്രസന്ന രാജൻ എന്ന ഭക്ത, സവിത, വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെ അല്ലാതെ തൊഴാൻ പറ്റില്ലേ? എല്ലാവർക്കും ബുക്കിംഗ് ചെയ്യാൻ അറിയാത്തവരും ഉണ്ടാകുമല്ലോ, ഒന്ന് പറയണേ സവിത. ഞാൻ എല്ലാ മാസവും വരുന്നതാണ്, മറുപടിക്കായി കാത്തിരിക്കുകയാണ്. ഓണത്തിന് മുമ്പ് വരണമെന്ന ആഗ്രഹം. ചൊവ്വ വ്യാഴം ദിവസമാണ് സാധാരണ വരാറ്, കുറച്ച് തിരക്ക് കുറവുണ്ടായിരിക്കും എന്ന് കരുതി. ഈ ചോദ്യം സവിത കാണുമോ എന്നറിയില്ല, ഞാൻ മെസ്സേജ് അയക്കാൻ വൈകിയോ ആവോ. ഉണ്ണി കൃഷ്ണ ഇത് കാണിച്ചു കൊടുക്കണേ സവിതയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സുജാത KK എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, സവിത, ഓൺലൈൻ ബുക്ക് ചെയ്യാതെ വന്നാൽ കണ്ണനെ കാണാൻ ബുദ്ധിമുട്ടാവുമോ? കുട്ടി മറുപടി തരുമോ എന്ന്. മല്ലിക മുരളീധരൻ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, സവിതക്കുട്ടി നമസ്കാരം, 2 ദിവസം
ആയിട്ട് ചോദിക്കുന്നുണ്ട്. റിപ്ലൈ പറയുന്നില്ലല്ലോ. വെർച്വൽ ക്യൂ വന്നതോടെ സീനിയർ സിറ്റിസൺ ക്യൂ ഉണ്ടാകില്ലേ എന്ന്. ഇത് മൂന്നും ഒരേപോലത്തെ ചോദ്യം ആയതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ച് പറയുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ 4-ാം തീയതി മുതൽ തുടങ്ങിയെന്ന് എല്ലാവർക്കും അറിയാം. ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് വെർച്വൽ ക്യൂവിൻ്റെ സംവിധാനം വരുന്നത്. എനിക്ക് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല. ഞാൻ അമ്പലത്തിൽ ഞായറാഴ്ച രാത്രി പോയതാണ്, പിന്നീട് ഞാൻ പോയിട്ടില്ല. അപ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലൊന്നും ഞാൻ അമ്പലത്തിലേക്ക് പോയിട്ടില്ല. അപ്പോൾ എനിക്ക് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സംവിധാനങ്ങൾ ഇപ്പോൾ പ്രാവർത്തികമാക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഈ 4 ദിവസമല്ലേ പോവാത്തുള്ളൂ എന്ന് ചോദിച്ചാൽ ഈ 4 ദിവസമാണല്ലോ നമ്മുടെ വെർച്വൽ ക്യൂവിൻ്റെ സംവിധാനം വരുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അനേകം വീഡിയോസിൽ കണ്ടു, അതുപോലെ തന്നെ ഫോട്ടോസിൽ കണ്ടു വെർച്വൽ ക്യൂ സംവിധാനം നടപ്പിലാക്കുന്നത് എങ്ങനെയാണെന്ന്. സാധാരണ ജനറൽ ക്യൂ സംവിധാനത്തിൻ്റെ അവിടെ ആൾ ഇരിക്കുന്നുണ്ടാവും നമ്മുടെ വെർച്വൽ ക്യൂവിൻ്റെ ആ ഒരു പേപ്പർ വാങ്ങിച്ചു നോക്കാനായിട്ട്. എന്നിട്ട് ആ ഒരു സമയവുമാകുമ്പോൾ ഓരോരുത്തരെയും കടത്തി വിടുന്നുണ്ട്. സാധാരണ ഭക്തജനങ്ങളെ ഒന്നും ക്യൂവിൽ കാണുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ വരുന്നവരെ മാത്രമേ കടത്തി വിടുള്ളൂ എന്ന് കരുതിയിട്ട് തിരക്ക് കുറഞ്ഞതായിരിക്കാം അല്ലേ? അങ്ങനെയല്ല കേട്ടോ, എല്ലാവരെയും കടത്തി വിടും. ഈ വെർച്വൽ ക്യൂവിൽ വരുന്ന ആൾക്കാർക്ക് പറഞ്ഞിരിക്കുന്ന സമയത്ത് അവരെ മാത്രമേ കടത്തി വിടുള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മളെല്ലാവരെയും, സാധാരണ ക്യൂ സംവിധാനത്തിലുള്ള എല്ലാവരെയും കടത്തി വിടുന്നതാണ്. പിന്നെ മാത്രമല്ല, സീനിയർ സിറ്റിസൺ ക്യൂ സംവിധാനം ഉണ്ടാവില്ലേ ചോദിച്ചാൽ ഉണ്ട്. സാധാരണ പോലെ തന്നെ സീനിയർ സിറ്റിസൺ ക്യൂ സംവിധാനമൊക്കെ ഉണ്ട്. വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് ആ സമയത്ത്, അതല്ലാതെ നമുക്കൊക്കെ അനുവദനീയമായിട്ടുള്ള സമയത്ത് കടത്തി വിടുന്നതാണ് കേട്ടോ. ഇനി ഇതിലെന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് 2 ദിവസവും കൂടി കഴിഞ്ഞ് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വിശദമായിട്ട് അന്വേഷിച്ച് തന്നെ പറയാം. തൽക്കാലം നിലവിൽ മാറ്റങ്ങളൊന്നുമില്ല. വെർച്വൽ ക്യൂവിൽ വരുന്ന ആൾക്കാരെ കടത്തി വിടുന്നു, അത്ര തന്നെയുള്ളൂ കേട്ടോ. അമൃത ഇന്ദുജ് ഓക്കെ, അമൃത എന്ന ഭക്ത വെച്ചിട്ടുണ്ട്, ശനിദോഷമുള്ളപ്പോൾ വഴിപാടുകൾ ചെയ്താൽ ഫലിക്കില്ല അല്ലേ എന്ന്, അല്ലെങ്കിൽ ഫലിക്കില്ലേ എന്നാണ് ചോദ്യം. അങ്ങനെ ആരാ പറഞ്ഞേ? അങ്ങനെ ഒരു എല്ലാ ദോഷത്തിൻ്റെയും മേലെയാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. നമ്മുടെ ഉണ്ണികൃഷ്ണനെ വിചാരിച്ചാൽ മാറ്റാൻ സാധിക്കാത്ത ഒരു ദോഷവും നിലനിൽക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ മനുവേട്ടന് ഇപ്പോൾ ശനിദശയാണെന്ന് പറയും. ഈ ശനിദശ ഏതാണ്ട് 20 വർഷമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 20 വർഷക്കാലം മുഴുവനും നമ്മൾ ജപിക്കാതെ, അല്ലെങ്കിൽ ജപിച്ചതിന് ഫലമില്ലാതെ, വഴിപാടുകൾ ചെയ്താൽ അത് ഫലിക്കാതെ, അങ്ങനെയൊന്നും ഇരിക്കില്ല. ശനിദശ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ, കുറച്ച് കഷ്ടപ്പാടുകൾ ആ ശനിദശയുടെ കാലാവധി ഉണ്ടാവും കേട്ടോ. അതായത് കുറച്ച് കാലം വളരെ പീക്കായിട്ട് അതിന് ബുദ്ധിമുട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ അത് ഗ്രാജുവലി കുറയും, സാധാരണ പോലെയാവും. അത് കഴിഞ്ഞ് അവസാനിക്കുന്ന സമയത്തും ചെറിയ ചെറിയ ദശാമാറ്റത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ ആ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന വഴിപാടുകളൊന്നും ഫലം കാണില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും വിചാരിക്കുകയേ ചെയ്യരുത്. നാമം ജപിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റാത്ത ഒരു ശനിദോഷവും ഇല്ല, ഒരു ദോഷവും ഇല്ല. ശനിദോഷം എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് തന്നെ ആയാലും, പാകപ്പിഴകളാണെങ്കിലും ദോഷങ്ങളാണെങ്കിലും ഇതെല്ലാം മാറ്റിയെടുക്കാൻ ശ്രീ ഗുരുവായൂരപ്പനെ ആശ്രയിച്ച് നാമം ജപിക്കുക മാത്രമേ വേണ്ടൂ കേട്ടോ. നമുക്ക് ഒരുപാട് അറിവൊന്നും വേണ്ട, ഒരുപാട് കഴിവും വേണ്ട. ഗുരുവായൂരപ്പൻ നമ്മളെ നേരെയാക്കി തരും, കൊണ്ട് നടത്തും. നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്ത് ഭഗവാനിൽ സമർപ്പിച്ച് നാമം ജപിക്കുകയാണെങ്കിൽ എത്ര കണ്ട ഒരാളെ ഉയർത്താൻ സാധിക്കുമോ അത്രയും ഭഗവാൻ ഉയർത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് നാമം ചൊല്ലിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് സനാതനം എന്ന ഐഡിയിൽ നിന്നാണ്, സവിത ദീർഘസുമംഗലിയാകാനും വൈധവ്യദോഷം മാറ്റാനും ഗുരുവായൂരിൽ ചെയ്യേണ്ട വഴിപാട് എന്തൊക്കെയാണ്? ഏത് ശ്ലോകം ആണ് ചൊല്ലേണ്ടത്? സവിതയുടെ അറിവും ഭക്തിയും ഞങ്ങളുടെ പുണ്യം. എനിക്ക് എത്ര അറിവൊന്നുമില്ല, ഞാനിങ്ങനെ ഉള്ളതൊക്കെ പൊലിപ്പിച്ചങ്ങോട്ട് പറയാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അടുത്തതായിട്ട് ചോദിച്ച ചോദ്യം, ദീർഘസുമംഗലി ആവാൻ എന്താ ചെയ്യേണ്ടതെന്ന്. നാരായണീയത്തിലെ സ്വയംവരം എന്നുള്ള ആ ഭാഗം, രുക്മിണി സ്വയംവരം എന്ന ഭാഗം ചൊല്ലി നമസ്കരിക്കുന്നത് വളരെ നല്ലതാണ്. 78, 79 ദശകങ്ങളിലായിട്ടാണ് ഈ രുക്മിണി സ്വയംവരം കഥ വരുന്നത്. ആ ഭാഗം മുഴുവനായിട്ടും ചൊല്ലി നമസ്കരിക്കുന്നത് വളരെ ഉത്തമമാണ് കേട്ടോ. എന്ത് വഴിപാടാ ചെയ്യേണ്ടത് ചോദിച്ചാൽ, വെറ്റിലടക്ക നിവേദ്യം നിത്യവും ചെയ്യുക. പിന്നെ ഭാഗവതത്തിലെ രുക്മിണി സന്ദേശം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. രുക്മിണി ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പന് ഒരു സന്ദേശം അയക്കുന്ന ഭാഗമുണ്ട്. ആ സന്ദേശം ചൊല്ലി നമസ്കരിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാട്ടോ. ഉണ്ണികൃഷ്ണൻ എന്നെ വന്ന് സ്വീകരിക്കണേ എന്നുള്ളതാണ് ആ സന്ദേശത്തിന്റെ ഒരു എന്താ പറയുക, ഓവറോൾ അതാണ് അതിന്റെ ഒരു. ഉണ്ണികൃഷ്ണൻ നമ്മളെ സ്വീകരിക്കുക പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് ദുഃഖങ്ങൾ ഇല്ലാണ്ടാവുക, അന്യർത്ഥം. ഉണ്ണികൃഷ്ണൻ സ്വീകരിച്ച ഒരാൾക്ക് ദുഃഖം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ഒരു സന്തോഷമായിട്ട് ഇനി എപ്പോഴും ഇരിക്കുക.
അപ്പോൾ നമുക്ക് ദുഃഖങ്ങൾ ഇല്ലാതിരിക്കാൻ ഉണ്ണികൃഷ്ണൻ നമ്മളെ സ്വീകരിച്ചാൽ മതി. അപ്പോൾ വൈധവ്യ ദുഃഖം, സന്താന ദുഃഖം, ദാരിദ്ര്യ ദുഃഖം, രോഗപീഠ ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു ഭാഗം ചൊല്ലി നമസ്കരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഭാഗവതത്തിലെ രുക്മിണി സന്ദേശം എന്ന ഭാഗം. അടുത്തതായിട്ട് ഓക്കെ. നമസ്കാരം സവിത, എൻ്റെ മോൾ ഫസ്റ്റ് BCAക്ക് പഠിക്കുന്നു. എപ്പോഴും ദേഷ്യമാണ്, സ്ട്രെസ്സാണ്, കൂടാതെ അലർജി പ്രശ്നവുമുണ്ട്. ഗുരുവായൂരിൽ വന്ന് ചേന തുലാഭാരം ചെയ്തു. എന്താണ് പരിഹാരം എന്ന് പറഞ്ഞു തരുമോ? ഷീജ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് BCAക്ക് പഠിക്കാൻ പറയുമ്പോൾ ആ കുട്ടിയുടെ പ്രായം നമുക്ക് ഏകദേശം ഊഹിക്കാം അല്ലേ. 18-19 വയസ്സൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. ആ കുട്ടിയുടെ പ്രായത്തിൻ്റെയാണ് കുറേയൊക്കെ. നമ്മൾ ആ രീതിയിൽ തന്നെ എടുത്താൽ മതി. ഹോർമോണൽ ഇംബാലൻസ് വരുന്ന ഒരു പ്രായം നമ്മളെല്ലാവർക്കും അറിയണതല്ലേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, കുറച്ച് ദേഷ്യമൊക്കെ കൂടുന്ന ഒരു പ്രായമാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി. വല്ലാതെ മനസ്സിലേക്ക് എടുത്ത് ബുദ്ധിമുട്ടിക്കണ്ട കേട്ടോ മനസ്സിനെ. അതുപോലെ തന്നെ സ്ട്രെസ്സാണ് എന്ന് പറഞ്ഞു. ഗുരുവായൂരപ്പനെ വിളിച്ചാൽ മാറാത്ത ഒരു സ്ട്രെസ്സും ഇല്ല. നീ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. 45-ാമത്തെ ദശകം, നാരായണീയത്തിലത്തെ 45-ാമത്തെ ദശകം എല്ലാ ദിവസവും മുടങ്ങാതെ അമ്മ ചൊല്ലി നമസ്കരിച്ചോളൂ. പിന്നെ എത്ര അവര് നമ്മളോട് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ച് സംസാരിച്ചാലും നമ്മൾ ഇത്തിരി കൂളായിട്ട് തിരിച്ച് സംസാരിക്കാൻ ശ്രമിച്ചോളൂ. നമ്മൾ അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ പറ്റാത്ത കാര്യമാണ് അല്ലേ അതെ. എൻ്റെ ഇല്ലത്ത് ഇവിടെ ഇപ്പോൾ കുട്ടികളുള്ളപ്പോൾ അവർക്ക് നല്ലോണം ദേഷ്യം വരും കേട്ടോ. എൻ്റെ അല്ലേ കുട്ടികൾ, എൻ്റെ പോലെയല്ലേ ഉണ്ടാവുക. ഞാൻ നന്നായിട്ട് ദേഷ്യം പിടിക്കണ അമ്മയാണ്. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നാൽ നല്ലോണം ചീത്ത പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ പക്ഷെ അവര് ദേഷ്യപ്പെടാൻ തുടങ്ങിയാൽ ഞാൻ കൂളായിട്ടിരുന്നേ കേൾക്കാറുള്ളൂ. അത് എവിടുന്നാ അങ്ങനെ ഒരു ശീലം എനിക്ക് കിട്ടി അറിയില്ല. പക്ഷെ അവര് എന്നെ വഴക്ക് പറയാറുണ്ട് കേട്ടോ. എൻ്റെ കുട്ടികളൊക്കെ എന്നെ വഴക്ക് പറയാറുണ്ട്. അമ്മയ്ക്ക് ഇപ്പം പഴയ പോലെയൊന്നും അല്ല, എന്ത് പറഞ്ഞാലും ദേഷ്യം വരികയാണ്. എന്താ ഒന്ന് കേട്ടാലേ എൻ്റെ കാര്യങ്ങൾ, ഞാൻ എത്ര നേരം ഇവിടെ നിൽക്കണു എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വളരെ കൂളായിട്ടിരുന്ന് ശരി പറയൂ എന്ന് പറയും. ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോള് ആര്യനന്ദയാണ്. അങ്ങനെ പ്രശ്നക്കാരിയല്ലാത്ത കുട്ടി, വളരെ കൂളാണ്. തീരെ അവള് എന്താ ശബ്ദമുയർത്തി സംസാരിക്കില്ല. അമ്മയ്ക്ക് വിഷമാവണ ഒരു കാര്യം ചെയ്യില്ല. അമ്മയ്ക്ക് മാത്രമല്ല, അമ്മയ്ക്ക് അച്ഛനും വിഷമാവുന്ന ഒരു കാര്യവും ചെയ്യില്ല ആര്യനന്ദ. അപ്പൊ ആര്യനന്ദ മാത്രമാണ് ഇങ്ങനെ ഇപ്പൊ ഇടയ്ക്ക്, പക്ഷെ എല്ലാവരും ഇങ്ങനെ എന്താ പറയാ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ഒരു സന്ദർഭം, അല്ലെങ്കിൽ ദേഷ്യം വരുന്ന എന്തെങ്കിലും പ്രവൃത്തി ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ആ കുട്ടിയെ ഇങ്ങനെ ആക്രമിക്കണ പോലെ ചീത്ത പറയും. അപ്പൊ എന്നോട് വന്ന് ഒരുപാട് ചൂടാവും, അല്ലെങ്കിൽ അവളുടെ അച്ഛനോട് വന്ന് അവൾ വല്ലാതെ ഇങ്ങനെ ബഹളം വെക്കും. അപ്പോൾ ബഹളം വെക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും അവളെ തിരിച്ചൊന്നും പറയാതെ കേട്ടിരിക്കും. അപ്പൊ ബാക്കിയുള്ള കുട്ടികളോട് ചീത്ത പറയാത്ത എന്താ, എന്തിനാ ഓപ്പോൾ ഇങ്ങനെ ദേഷ്യം പിടിക്കുമ്പോൾ അമ്മ കേട്ട് നിൽക്കണേ ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ ആ സമയത്തെ ഫ്രസ്ട്രേഷൻ ആണ്. അത് ആ കുട്ടി തീർക്കട്ടെ, കുറച്ചു നേരം അവൾക്കൊരു സമയം കൊടുക്കൂ. അത് കഴിഞ്ഞാൽ അവൾ കൂളാവും, നല്ല കുട്ടിയാവും. അവൾ നല്ല കുട്ടിയാണ്, നമുക്കതറിയാം. ആ രീതിയിൽ ഒന്ന് കൈകാര്യം ചെയ്താൽ കുറേ വ്യത്യാസങ്ങൾ വരാറുണ്ട് കുട്ടികളിൽ. അതേപോലെ തന്നെ വേണം നിങ്ങൾ ഓരോരുത്തരും കൈകാര്യം ചെയ്യാൻ. ഒപ്പം 45-ാമത്തെ ദശകം ചൊല്ലി നമസ്കരിച്ചോളൂ, അത് വളരെ നല്ലതാണ്. പിന്നെ അമ്മമാരുടെ സഹജമായിട്ടുള്ള ഒരു വിഷമം ആണ് അല്ലെ, കുട്ടികൾക്ക് ചെറിയ മാറ്റങ്ങൾ വന്നാൽ തന്നെ നമ്മൾ ആകെ പാനിക്കാവും. അത്രയൊന്നും വേണ്ട, ഗുരുവായൂരപ്പനുണ്ട് നമ്മളെല്ലാവരുടെ കൂടി. ഗുരുവായൂരപ്പനെ മനസ്സറിഞ്ഞ് വിളിച്ചോളൂ, കൈവിടില്ല ഗുരുവായൂരപ്പൻ ഒരിക്കലും കൂടെ എപ്പോഴും ഉണ്ടാവട്ടെ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ തോന്നുന്നു. ഒരുപാട് ചോദ്യങ്ങൾ ഇനിയുണ്ട്, പക്ഷെ പരിമിതി കൊണ്ട് ഞാൻ നിർത്തുകയാണ്. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ത്വൽപ്രസാദായ ഭൂയാൽ ശ്രീ ഗുരുവായൂരപ്പ ത്വൽപ്രസാദായ ഭൂയാൽ.